ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ് സിയാത്തിലേക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ PSU കമ്പനിയായിട്ടുള്ള SBIന്റെ മോശം റിസൾട്ട്, ഏറ്റവും വലിയ പ്രൈവറ്റ് കമ്പനി ബാങ്ക് ആയിട്ടുള്ള കൊട്ടാക് ബാങ്കിന്റെ മോശം റിസൾട്ട് കാരണം ഇന്നലെ ബാങ്ക് നിഫ്റ്റിയും ഫിൻനിഫ്റ്റിയും എല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടപ്പോൾ നിഫ്റ്റി മാത്രം ചെറുത്തുനിൽപ്പ് നടത്തി, സെൻസെക്സ് ഉൾപ്പെടെ. എന്നാൽ ഇന്ന് ആ നിഫ്റ്റിയും സെൻസെക്സ് ഉൾപ്പെടെയുള്ള മറ്റുള്ള എല്ലാ ഇൻഡിസസും റെഡിൽ ക്ലോസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഭീകരമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരിക്കൽ കൂടിയും നിഫ്റ്റി ഏറെ നാളുകൾക്ക് ശേഷം ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ബാങ്ക് ഓഫ് ബറോഡയാണ് ഒരു വീക്കായിട്ടുള്ള ഒരു റിസൾട്ടിന് ശേഷം ഏകദേശം 10% ഫോളിന് ഏറ്റവും കൂടുതൽ ഫോൾ ആയിട്ടുള്ള ഒരു കമ്പനി. CG പവറും കുമ്മിൻസും ക്യാംസും ഇന്ത്യൻ ഹോട്ടലും തുടങ്ങിയ കമ്പനീസും 5% വീതം ഇടിവ് രേഖപ്പെടുത്തി. CCL പ്രൊഡക്റ്റിന്റെ നല്ലൊരു റിസൾട്ടിന് ശേഷം CCL പ്രൊഡക്റ്റ് ഏകദേശം 18% ഒരു റാലി ഉണ്ടാക്കിയതാണ് ഇന്ന് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഏറെക്കുറെ ചെറുത്തുനിൽപ്പ് നടത്തിയ, നല്ല പെർഫോമൻസ് നടത്തിയ ഒരു കമ്പനി. കൂടാതെ ഇന്ന് സിപ്ലയും ഡോക്ടർ റെഡ്ഡി ഉൾപ്പെടെയുള്ള ഫാർമ സെക്ടറിലുള്ള സ്റ്റോക്കുകളും റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ട്രംപ് ഈ ഒരു ഫാർമ സെക്ടറിൽ ഒരു താരിഫ് എല്ലാം തന്നെ ഏർപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. IPOയിലേക്ക് വരുമ്പോൾ ഏതർ എനർജി കമ്പനി ഇന്ന് IPOയിൽ ലിസ്റ്റ് ചെയ്തു. 2% ലിസ്റ്റിംഗ് ഗെയിൻ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ബോർഡർ ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. നാഷണൽ വൈഡ് സിവിൽ ഡിഫൻസ് എല്ലാം തന്നെ മോക്ക് ഡ്രില്ലുകളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. കൂടാതെ തന്നെ അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ച് ഒരു വശത്ത് പാകിസ്ഥാൻ അവർ ഏറെക്കുറെ യുദ്ധം ഉറപ്പാക്കിയ രീതിയിലാണ് അവരുടെ ഒരു ചിന്താഗതിയും അവരുടെ ഒരു ആക്ഷനും എല്ലാം തന്നെ. കാരണം അവിടുത്തെ മാർക്കറ്റ് നമ്മൾ ഇടിഞ്ഞത് നമ്മൾ കണ്ടിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ ബോർഡർ ടെൻഷൻ കാരണം ഇതുവരെ ഒരു ഇടിവ് ടിൽ ടുഡേ നടന്നിട്ടില്ല. കാരണം FISന്റെ ഭാഗത്ത് നിന്ന് കനത്ത ബൈയിങ് ഉണ്ട്, DSന്റെ ഭാഗത്ത് നിന്ന് കനത്ത ബൈയിങ്സ് ഉണ്ട്. ഏറെ കുറച്ച് ദിവസങ്ങളിൽ റീറ്റെയിലേഴ്സ് പാനിക് കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നുണ്ട് എങ്കിൽ കൂടിയും ഈ രണ്ട് ശക്തികളുടെയും കനത്ത ബൈയിങ് കൊണ്ട് മാർക്കറ്റ് ഇതേവരെ ഒരു നെഗറ്റീവ് സിനാരിയോയിലേക്ക് പോയിട്ടില്ല. ഈവൻ ഇന്നത്തെ ഇടിവും ഈ ഒരു ബോർഡർ ടെൻഷൻ ആണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം SBIയുടെ മോശം റിസൾട്ടായിരുന്നു, കൊട്ടാക് ബാങ്കിന്റെ മോശം റിസൾട്ടായിരുന്നു. കൂടാതെ ഇന്ന് ബാങ്ക് ഓഫ് ബറോഡ റെഡിൽ ക്ലോസ് ചെയ്തു. ഈ ഒരു ഇന്നത്തെ ഒരു ഫോളിന് ഏറെക്കുറെ ഈ ഒരു ഫാർമ സെക്ടറിലുള്ള സ്റ്റോക്കുകളും ഇന്ന് ഫോള് രേഖപ്പെടുത്തി. അത് ബോർഡർ ടെൻഷൻ കാരണം ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞു എന്ന് പറയാനും സാധിക്കില്ല. കൂടാതെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇന്നലെ നാസ്ഡാക്കും ഡോയും റെഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അപ്പോൾ ആ ഒരു സെന്റിമെന്റ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്തു എന്ന് വേണം കരുതാൻ. അതിനർത്ഥം ബോർഡർ ടെൻഷൻ ഇല്ല എന്നല്ല, അതിന്റെ ഡെവലപ്മെന്റ്സ് എല്ലാം തന്നെ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പെർസ്പെക്റ്റീവിൽ മാർക്കറ്റ് ഇതുവരെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടുമില്ല. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. FTSE റെഡിലാണ്, CAC 40 റെഡിലാണ്, ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് റെഡിലാണ്, 1% ഇടിവ് രേഖപ്പെടുത്തി. ഇന്ത്യ വിക്സ് ഇന്ന് 5% സ്പൈക്കായി. ഇന്ത്യ വിക്സ് 19.29 ആണ്. ഡോ ഫ്യൂച്ചറും നെഗറ്റീവാണ്. ജപ്പാൻ, കൊറിയ, ചൈന മാർക്കറ്റുകളെല്ലാം തന്നെ റെഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് $45 ഉയർന്ന് $3379 പെർ ഔൺസ് എന്ന നിലയിലാണുള്ളത് ഗോൾഡ് ഉള്ളത്. ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 94,000 എന്ന റേഞ്ചിലാണ് ബിറ്റ്കോയിന്റെയും നിൽപ്പ്. ഇതാണ് ഗ്ലോബൽ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് ഓൺലൈനായിട്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 6 മാസത്തെ നീണ്ട സപ്പോർട്ട് ഉണ്ട്. ഈ സപ്പോർട്ട് സമയത്ത് എന്ത് സംശയവും നിങ്ങൾക്ക് നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി സാവധാനം പഠിക്കാൻ സാധിക്കും. ഫസ്റ്റ് കമന്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ബേസിക്, സ്വിങ്, ഇൻട്രാഡേ തുടങ്ങിയ ഓപ്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും കുറഞ്ഞ ഫീസിൽ. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. JBM ഓട്ടോ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 19% ഉയർന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. 66 കോടി രൂപയാണ് ഇത്തവണ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയത്. KPIT ടെക് കമ്പനി ഇവരെ സംബന്ധിച്ച് കെയർ സോഫ്റ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞ കമ്പനീനെ $191 മില്യൺ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. കജാരിയ സെറാമിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 59% ഇടിഞ്ഞു എന്നുള്ള ന്യൂസാണ് ഉള്ളത്. നെയ്ക്ക കമ്പനി കൊറിയൻ കോസ്മെറ്റിക് ബ്രാൻഡായിട്ടുള്ള ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ ഇന്ത്യയിലേക്ക് അവരെത്തിക്കുന്നുണ്ട്. ലീഡിംഗ് ആയിട്ടുള്ള കോസ്മെറ്റിക് കമ്പനിയാണ്, ഫെയർനെസ് കോസ്മെറ്റിക് കമ്പനിയാണ് നെയ്ക്ക. പട്ടേൽ എഞ്ചിനീയറിംഗ് കമ്പനി 1319 കോടി രൂപയുടെ ഓർഡർ സിഡ്കോയുടെ ഭാഗത്ത് നിന്ന് കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. സെഞ്ചുറി ഇൻക കമ്പനി 20 കോടി രൂപയിൽ നിന്ന് 60 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. 10 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സഫാരി ഇൻഡസ്ട്രീസ് കമ്പനി 43 കോടി രൂപയിൽ നിന്ന് 38 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ₹1.50 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. അലംവിക് ഫാർമ കമ്പനി 180 കോടി രൂപയിൽ നിന്ന്
160 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു, 11 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. വേദാന്ത ഫാഷൻ കമ്പനി 116 കോടി രൂപയിൽ നിന്ന് 101 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു, 8 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. പോളി ക്യാബ് കമ്പനി 550 കോടി രൂപയിൽ നിന്ന് 730 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു, 35 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. TCS കമ്പനി അവരുടെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. സിഗ്നിറ്റി ടെക് കമ്പനി 63 കോടി രൂപയിൽ നിന്ന് 73 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ കുറേ ദിവസത്തെ റാലിക്ക് ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ യൂറോപ്യൻ മാർക്കറ്റ് എസ്പെഷ്യലി നെഗറ്റീവാണ്. നാസ്ഡാക്കും ഡോയും ഇന്നലെ റെഡിൽ അടച്ചു, ഇപ്പോഴും റെഡിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടെന്ന് വേണം കരുതാൻ. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇന്ന് ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. അതും ചെറിയ പെർസെൻറ്റേജ് അല്ല, 5.19% ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. 19.29 ഇന്ത്യ വിക്സിന്റെ ഇപ്പോഴുള്ള സ്പോട്ട്. അത് വെറുതെ ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്തതാണെന്ന് കരുതാനും പറ്റില്ല. അതായത് ബോർഡർ ടെൻഷനും ഈ മോക്ക് ഡ്രിൽസ് എല്ലാം തന്നെ വരുന്നത് അതത്ര നല്ല കാര്യമല്ല എന്നുള്ളതാണ് നിക്ഷേപകരുടെ ഒരു പെർസ്പെക്റ്റീവിൽ അവർ നോക്കിക്കാണുന്നത്. അപ്പോൾ എനിവേ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ മാർക്കറ്റിൽ സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവർക്കും ശുഭരാത്രി. നമ്മുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും നമ്മൾ സ്ഥിരമായിട്ട് ന്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ റെഫർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഉപകാരപ്പെടും. താങ്ക് യു ഓൾ.